ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഡിസംബർ 1-ാം തീയതി. ഇന്നു മുതൽ 25 നോമ്പ് തുടങ്ങുകയാണല്ലോ. ഉണ്ണീശോയിനെ വരവേൽക്കാനായിട്ട് നമ്മളെല്ലാവരും ഹൃദയം ഒരുക്കുന്ന ദിവസങ്ങളുടെ തുടക്ക ദിവസമാണ് ഇന്ന് ഡിസംബർ 1. ഈ വർഷം എന്തുകൊണ്ടോ ഈശോയുടെ വരവിന് ഒരുങ്ങുമ്പോൾ ഈശോയുടെ 2-ാം വരവിന് വേണ്ടി ഒരുങ്ങണം എന്നൊരു സന്ദേശമാണ് ലഭിക്കുന്നത്. ഉണ്ണീശോയുടെ വരവിനും നമ്മുടെ കർത്താവായ ഈശോ രാജാതിരാജനായി വിധിയാളനായി 2-മതും വരും എന്ന ആ ഒരു വിശ്വാസത്തിന്മേൽ ഈ വരവിനും 2-ാം വരവിനും വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുക എന്നതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് പ്രധാനം. ഇന്നു മുതൽ നമുക്ക് അതിനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവരവരുടെ സ്ഥിതി അനുസരിച്ച് അതൊക്കെ പരിശോധിച്ച് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കാം. നമുക്ക് ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരണേ തമ്പുരാനെ എന്ന് നമുക്ക് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി യാചിച്ച് ചോദിക്കാം. പ്രത്യേകിച്ചും നമ്മൾ ശുദ്ധീകരാത്മാക്കളെ മറക്കരുത്. കാരണം ഡിസംബർ 25-ാം തീയതിയാണ് അവർ ഏറ്റവും അധികം ആത്മാക്കൾ രക്ഷപ്പെടുന്ന ദിവസം. അപ്പോൾ നവംബർ എന്നല്ല, മരണം വരെ നമ്മൾ ശുദ്ധീകരാത്മാക്കളെ ഓരോ ദിവസവും മറക്കാതെ അവർക്ക് വേണ്ടിയുള്ള ദണ്ഡവിമോചനങ്ങൾ കാഴ്ചവെക്കണം. ഇതെല്ലാം നമ്മുടെ ഒരുക്കത്തിൻ്റെ ഭാഗമാണ്. ഏറ്റവും വലിയ ഒരുക്കം നമ്മുടെ ഹൃദയം വിശുദ്ധിയിലായിരിക്കണം. മത്തായി 5:8 നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ഹൃദയവിശുദ്ധി ഉണ്ടെങ്കിലേ നമ്മൾ ദൈവത്തെ കാണുള്ളൂ. അപ്പോൾ പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണീശോയെ നമ്മൾ കാണണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണീശോ വരണമെങ്കിൽ നമുക്ക് ഹൃദയവിശുദ്ധി വേണം. ഹെബ്രായർ 12:14 നമുക്ക് ഈ ദിവസങ്ങളിൽ വായിക്കാം. അത് മത്തായി 5:8 ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഹെബ്രായർ 12:14 ഇങ്ങനെ പറയുന്നു: എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നു. വിദ്വേഷം മൂലമാണ് പലരും അശുദ്ധരായിട്ട് തീർന്നത്. ഈ 1-ാം തീയതി മുതൽ നമുക്ക് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കാം, എൻ്റെ ഹൃദയം ശുദ്ധമാണോ എന്ന്. അതുപോലെ വിദ്വേഷം മൂലം അശുദ്ധമായിട്ട് തീർന്നിട്ടുണ്ടോ? നമുക്ക് ആരോടെങ്കിലും വിദ്വേഷവും വെറുപ്പും ദേഷ്യവും ഉണ്ടെങ്കിലല്ലേ നമ്മൾ ആ ആളെക്കുറിച്ച് ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരാളോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാത്ത കുറ്റങ്ങൾ നമ്മൾ പറയില്ലല്ലോ. നമുക്ക് ഒരാളോട് സ്നേഹമുണ്ടായി, പക്ഷേ ആൾ നമ്മൾക്കെതിരെ വലിയ ദോഷം ചെയ്തുവെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ, ആ ആൾ എന്നെ ഇങ്ങനെ ചെയ്തു, ആ ആൾ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് വേദനയോടുകൂടി പറയുന്നതുണ്ട്. പക്ഷേ നമ്മൾ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെക്കുറിച്ച് കുറ്റമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ വിദ്വേഷമുള്ളത് കൊണ്ടല്ലേ. ചെയ്യാത്ത കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും മനസ്സിൽ നിരൂപിക്കാത്ത തെറ്റുകളാണ്, കുറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞു പരത്തിയിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ അവസാനത്തെ ഉത്തരം നമുക്ക് ആ ആളോട് ദേഷ്യമാണ്, വെറുപ്പാണ്. ഒരാളോട് വെറുപ്പുണ്ടാകുമ്പോഴാണ് അയാൾ ചെയ്യാത്ത കുറ്റം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ പലരും നമ്മെ ചതിച്ചു പോയിട്ടുണ്ടാകാം. ആ വേദന നമ്മൾ പറയും, ഇന്ന ആൾ എന്നെ ഇങ്ങനെ ചതിച്ചു പറ്റിച്ചു പോയി, എൻ്റെ ജീവിതം തകർത്തു. അത് ആ ആൾ ചെയ്ത കുറ്റമാണ്. അത് വേദന കൊണ്ട് പറയുന്നതാണ്, എന്നാൽ പറയാൻ പാടില്ല. പക്ഷേ എങ്കിലും നമ്മുടെ ജീവിതം തകർത്തുകൊണ്ട് നമ്മൾ ചിലപ്പോഴൊക്കെ പരാമർശിച്ചു എന്ന് വരാം.
ഈ വിദ്വേഷം അങ്ങനെയല്ല. ഇത് നമ്മൾ ആരെക്കുറിച്ച് അപവാദം പറയുന്നുവോ ആ ആൾ ആ തെറ്റ് ചെയ്തിട്ടേയില്ല, നിരപരാധിയാണ്. അങ്ങനെ നിരപരാധിയായിട്ടുള്ള ഒരാളെക്കുറിച്ച് നമ്മൾ ആരോടെങ്കിലും കുറ്റമായിട്ടോ അപവാദമായിട്ട് ചെയ്യാത്ത തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈക്വൽ ടു വരുന്നത് നമുക്ക് ആ ആളെ ദേഷ്യമാണ്. അതുകൊണ്ടാണ് അയാൾ ചെയ്യാത്ത കുറ്റങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ആൾ ആരും ചതിച്ചിട്ടുണ്ടാവില്ല, ആ ആൾ ആരുടെയും പൈസ പറ്റിച്ചിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ ആ ആളൊന്നും അനീതിയായിട്ട് ചെയ്യുന്നില്ല. എന്നിട്ടും അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യമുണ്ട്. ഒരു ജീവിത പങ്കാളിയെക്കുറിച്ച് മറ്റ് ജീവിത പങ്കാളി എപ്പോഴും ഇങ്ങനെ കുറവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, കുറ്റങ്ങൾ. സാധാരണ കുറേ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ആരുടെ ഭാഗത്ത് വന്നു പോകും. പക്ഷേ നിരന്തരം ഇങ്ങനെ മറ്റുള്ളവരോട് ജീവിത പങ്കാളിയെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ ആ പങ്കാളിയെക്കുറിച്ച് അവരുടെ ഹൃദയത്തിൽ വെറുപ്പുണ്ട്. നിരന്തരം ഒരു മരുമകളെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, നിരന്തരം ഒരു അമ്മായിമ്മയെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, നിരന്തരം കൂടെയുള്ള സഹപ്രവർത്തകരെക്കുറിച്ച് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയുന്ന ആളുകൾ വിചാരിക്കും ഞങ്ങളിങ്ങനെ സത്യമല്ലേ പറഞ്ഞത്. സത്യം അല്ലാത്ത കാര്യങ്ങൾ സത്യം ആണെന്ന് സ്വയം വിശ്വസിച്ച് നമ്മൾ ആരെയൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടോ, ആരെയൊക്കെ അപവാദം പറഞ്ഞിട്ടുണ്ടോ, അതിൻ്റെ ഈക്വൽ ടു ആയിട്ട് വരുന്നത് നമുക്ക് അവരോടൊക്കെ വെറുപ്പുണ്ട്, ദേഷ്യമുണ്ട്. പലതരം കാരണങ്ങളെ കൊണ്ട്. ഒന്നുകിൽ അവർ ഉയരുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ നന്നായി ജീവിക്കുന്നത് കാണുമ്പോൾ, അതും അല്ലെങ്കിൽ ഞങ്ങളാണ് വലുതെന്ന ഭാവം ഉണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിൽ പാപം വരിക. ചിലപ്പോൾ നമ്മളൊന്നും പറഞ്ഞില്ലെന്ന് വരും, പക്ഷെ ഹൃദയത്തിൽ നമ്മൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഈ ഡിസംബർ 1-ാം തീയതി നമ്മളെ തന്നെ ഒന്ന് കർശനമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. വിദ്വേഷം മൂലം ദൈവകൃപ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? എത്ര പ്രാർത്ഥിച്ചാലും എത്ര സൽപ്രവൃത്തി ചെയ്താലും മനസ്സിൽ വിദ്വേഷം, അസൂയ, അപവാദം പറച്ചിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഫലമല്ലാതെ പോകും. അതുകൊണ്ട് നമുക്ക് ഈ ഡിസംബർ മാസം തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ നന്നാക്കിയാൽ മതി. മറ്റാരുടെയും ഹൃദയം നന്നാക്കാൻ നമ്മൾ പോകണ്ട. നമുക്ക് ആരോടെങ്കിലും ഹൃദയത്തിൽ വെറുപ്പുണ്ടോ, വിദ്വേഷമുണ്ടോ? പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ജീവിതത്തിൽ, തെറ്റിദ്ധാരണകളൊക്കെ പറഞ്ഞു തീർക്കും. അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പുണ്ടോ ഒരാളോട്, അത് നമ്മൾ തന്നെയാണ് പരിശോധിക്കേണ്ടത്. ചിലപ്പോൾ മറ്റൊരാളോട് ഭയങ്കര വേദനയൊക്കെ ഉണ്ടാകും. അദ്ദേഹം അങ്ങനെ എന്നാലും ചെയ്തില്ലേ, അതൊക്കെ മനുഷ്യ സഹജമാണ്. ഇദ്ദേഹം ഇങ്ങനെ എന്നെ പറഞ്ഞില്ലേ, ഞാൻ എന്നെ നിരൂപിക്കാത്ത കാര്യങ്ങളല്ലേ പറഞ്ഞുണ്ടാക്കിയത്, ഇതൊക്കെ ഓർത്ത് നമ്മുടെ മനസ്സിൽ വേദന ഉണ്ടാകാം. വേദനയല്ല വെറുപ്പ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ ആളെ വളരെയധികം ദേഷ്യപ്പെടുക എന്ന് വെച്ചാൽ, വെറുപ്പ് വരിക എന്ന് വെച്ചാൽ, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും മാറ്റിയെടുക്കണം. പിന്നെ കർത്താവ് ഈ മാസം തുടങ്ങുമ്പോൾ പ്രത്യേകം സന്ദേശം തരുന്നുണ്ട്. നിങ്ങളുടെ വാക്കുകൾ അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിക്കോട്ടെ, ആയാൽ മതിയെന്ന്. മറ്റുള്ളതൊക്കെ ദുഷ്ടനിൽ നിന്നാണ് വരുന്നത് എന്നാണ് പറയുന്നത്. മത്തായി 5:37 കൂടെ നമുക്ക് ഓർക്കാം. നമ്മുടെ സംസാരങ്ങൾ നമുക്ക് നിയന്ത്രിക്കാം. കൂടുതൽ സംസാരിക്കുമ്പോൾ കൂടുതൽ അപാകതകൾ വരുമത്രേ. അപ്പോൾ നമുക്ക് നമ്മുടെ വാ തുറക്കുമ്പോൾ ഞാൻ ആരെങ്കിലും കുറിച്ച് നല്ലത് തന്നെയാണോ പറയുന്നത് എന്ന് ഓർക്കാം. പലപ്പോഴും നമുക്ക് ചിലരോട് പറയേണ്ടി വരും, അവിടെ അങ്ങനെ പോകരുത് കേട്ടോ, അത് അത്ര ശരിയല്ല. പക്ഷെ പറയുമ്പോൾ നോക്കണം അത് ശരിയല്ലാത്തത് തന്നെയാണോ എന്ന്. നമ്മളങ്ങനെ അങ്ങോട്ട് നിരൂപിച്ചിട്ട് അങ്ങനെ ആരോടും പറയരുത്. ചിലപ്പോൾ പറ്റിക്കപ്പെടാൻ, ചതിക്കപ്പെടാൻ പോകുന്ന ആളുകളെയൊക്കെ നമുക്ക് വേണ്ട കേട്ടോ, ആ ബന്ധം വേണ്ട, അത് കുറച്ച് കുഴപ്പമാണ്, അങ്ങനെ പറയണം. അത് തിരുത്തലാണ്. നമ്മൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാകണം അതിൽ വളരെയധികം ചതികളുണ്ട് എന്ന്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ആളെ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ അത് ദൈവത്തിന് മുമ്പിൽ വലിയ പാപമായിരിക്കും. ഇവിടെ അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വാക്കുകൾ
അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയാൽ നല്ലതാണ്. കൂടുതൽ സംസാരിക്കുമ്പോൾ കൂടുതൽ അപാകതകൾ വരും എന്നാണ് ഈശോ പറയുന്നത്. നമുക്ക് അതും ശ്രദ്ധിക്കാം. നമ്മുടെ വാക്കുകളെ നമുക്ക് നമ്മുടെ പരിധിക്കുള്ളിൽ കൊണ്ടുവരാൻ. നാവിനെ നിയന്ത്രിക്കുന്നവൻ എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. നാവിൽ കൂടെയാണ് പലതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ക്രിസ്മസ് ദിനത്തിൻ്റെ ഒരുക്കത്തിൽ ഈ 3 കാര്യങ്ങളും നമുക്ക് ഓർക്കാം. മത്തായി 5:8 നമുക്ക് ഓർക്കാം. ഹൃദയവിശുദ്ധിയുള്ളവരാണ് ദൈവത്തെ കാണുക എന്ന്. ഹൃദയവിശുദ്ധി കിട്ടാൻ ഹെബ്രായർ 12:14 നമുക്ക് ഓർക്കാം. അതുപോലെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ അന്തോണിസ് പുണ്യാളൻ്റെ പോലെ സ്വർണ്ണ നാവായി മാറട്ടെ നമ്മുടെ നാവുകൾ. അത് മത്തായി 5:37 വായിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാം. പ്രിയ സഹോദരങ്ങളെ, 1-ാം തീയതി മുതൽ 25 ദിവസം ചെയ്യുന്ന ഉണ്ണീശോയുടെ പിറവി തിരുനാളിന് ആയത്തമായ ജപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജപമുണ്ട്. അത് ഈ 25 ദിവസവും ചൊല്ലണം. അതാണ് പ്രാർത്ഥനയുടെ ഒരു ഒരുക്കം. പിറവി തിരുനാളിനൊരുക്കമായ ജപം ഇങ്ങനെയാണ്: ആദിമാതാപിതാക്കന്മാരുടെ സന്തതിയിൽ ജനിച്ചിട്ടുള്ള സകലരിലും വെച്ച് ദൈവപുത്രന് മാതാവായി തിരഞ്ഞെടുക്കപ്പെടുകയും അതിനു വേണ്ട സകല പ്രസാദവരങ്ങളും സമ്പൂർണ്ണമായി പ്രാപിക്കുകയും പ്രാപിച്ച പ്രസാദവരങ്ങളാലും ചെയ്ത സുഹൃതങ്ങളാലും അലങ്കൃതമായി സർവേശ്വരനെ അങ്ങേ തിരുവുദരത്തിൽ ബഹുസന്തോഷത്തോടെ കൈക്കൊള്ളുകയും ചെയ്ത മാതാവേ, അങ്ങേ തിരുപുത്രൻ പിറപ്പാനിരുന്ന ദിവസം സമീപിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് തന്നെ കാണുന്നതിനും തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും അങ്ങന്ന് എത്രയോ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ ആശ്രയമായ മാതാവേ, ഞാനും ഈ വിധം ആഗ്രഹിച്ചുകൊണ്ട് ഈ തിരുനാളിൽ ലോകരക്ഷകനായ അങ്ങേ തിരുക്കുമാരനെ എൻ്റെ ഹൃദയത്തിൽ വേണ്ടവിധം കൈക്കൊള്ളുന്നതിനും എൻ്റെ മരണപര്യന്തം തനിക്ക് വിശ്വാസമുള്ള ശുശ്രൂഷ ചെയ്യുന്നതിനും വേണ്ടി ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനായി അല്പമായ ഈ ജപത്തെ അങ്ങേ തൃപ്പാദത്തിങ്കൽ സമർപ്പിച്ചു കൊള്ളുന്നു. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങ് ദിവ്യകുമാരന് മാതാവായി നിയമിക്കപ്പെട്ട ക്ഷണം ആശീർവദിക്കപ്പെട്ടതാകട്ടെ എന്ന് സകലരും കർത്താവിനെ സ്തോത്രം ചെയ്യുമാറാകട്ടെ. ഒരു തൃത്വസ്തുതി. 10 നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങ് ദിവ്യകുമാരനെ പ്രസവിച്ച ക്ഷണം ആശീർവദിക്കപ്പെട്ടതാകട്ടെ എന്ന് എല്ലാവരും കർത്താവിന് സ്തോത്രം ചെയ്യുമാറാകട്ടെ. ഒരു തൃത്വസ്തുതി. 10 നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങ് ഒന്നാമതായി അങ്ങേ തിരുക്കുമാരനെ പിടിച്ചു തഴുകിയ ക്ഷണം ആശീർവദിക്കപ്പെട്ടതാകട്ടെ എന്ന് എല്ലാവരും കർത്താവിന് സ്തോത്രം ചെയ്യുമാറാകട്ടെ. ഒരു തൃത്വസ്തുതി. 10 നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരന് ഒന്നാമതായി പാൽ കൊടുത്ത ക്ഷണം ആശീർവദിക്കപ്പെട്ടതാകട്ടെ എന്ന് എല്ലാവരും കർത്താവിന് സ്തോത്രം ചെയ്യുമാറാകട്ടെ. ഒരു തൃത്വസ്തുതി. 10 നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി ചൊല്ലി ഓരോ ദിവസവും നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം. അപ്പോൾ ഇതിൽ 30 നന്മ നിറഞ്ഞ മറിയം 40 നന്മ നിറഞ്ഞ മറിയമേ ഈ 4 കാഴ്ചവെപ്പുകളിലൂടെ വരുന്നുണ്ട്. 40 നന്മ നിറഞ്ഞ മറിയമേ വരുന്നുണ്ട്. അപ്പോൾ 25 ദിവസം നമ്മളിത് ചെല്ലുമ്പോൾ 1000 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ആകും. അതുപോലെ 2 തൃത്വസ്തുതി നിയോഗമായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇതിൽ 4 പ്രാവശ്യം ചെല്ലുമ്പോൾ 8 തൃത്വസ്തുതി വരും. 25 ദിവസം ഈ 8 തൃത്വസ്തുതി ചെല്ലുമ്പോൾ നമ്മൾ 200 തൃത്വസ്തുതി ഈ നിയോഗത്തിന് വേണ്ടി ചൊല്ലിയിരിക്കും. 1000 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും 200 തൃത്വസ്തുതിയും ഇതിനായിട്ട് ചൊല്ലും. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴെല്ലാം നമുക്ക് ഈ ഒരുക്കം നല്ലതാക്കി തീർക്കണമേ. ഞങ്ങളുടെ ഹൃദയം വിശുദ്ധിയിൽ ആകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉണ്ണീശോയെ കാണാൻ, ദൈവത്തെ കാണണമെങ്കിൽ വിശുദ്ധി വേണ്ടേ? അതിന് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ചെറിയ വിഷമങ്ങൾ, വിഷമങ്ങളും വേദനകളെക്കാളൊക്കെ വിദ്വേഷം, വെറുപ്പ്, പിന്നെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ജീവിതം തകർത്തിട്ടുണ്ടെങ്കിൽ, സത്യമറിയാതെ നമ്മൾ ആരെയെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവമേ ക്ഷമിക്കണേ, പൊറുക്കണേ. കഴിയുമെങ്കിൽ ആ മക്കളോട് ചെന്ന് പറയണം, അറിവില്ലാണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാ. അങ്ങനെ പറയുകയും ചെയ്യാം.
ഇനിമേലിൽ അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാകാതിരിക്കാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിക്ക് വിരുദ്ധമായിട്ട് ഒന്നും സംഭവിക്കാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ 25 ദിവസം ഈ പ്രാർത്ഥന ചൊല്ലാം. ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. അമ്മ നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി വീണ്ടെടുക്കാൻ നമ്മെ സഹായിക്കും. ഉണ്ണീശോയെ കാണാൻ, ദൈവത്തെ കാണാൻ നമുക്കെല്ലാം ഭാഗ്യം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. ഇന്ന് മുതൽ 8 ദിവസത്തേക്ക് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പ്രാർത്ഥന കൂടിയുണ്ട്. ഡിസംബർ 8 അമലോത്ഭവ തിരുനാൾ, മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള അമലോത്ഭവ ജപമാല കൂടി നമ്മൾ ഇന്നു മുതൽ തുടങ്ങണം. അത് 7-ാം തീയതി വരെ ചൊല്ലി 8-ാം തീയതി അമ്മയുടെ അമലോത്ഭവ തിരുനാൾ നമുക്ക് ആഘോഷിക്കാം. അതിനോടുള്ള പ്രാർത്ഥനകളും ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് ചൊല്ലണം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയ ജപമാല. ആദ്യം നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ 5 തിരുമുറിവുകളുടെ സ്തുതിക്കായി 5 പ്രാവശ്യം കുരിശ് വരിക്കുക. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വ്യാകുലയായ മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വ്യാകുലയായ മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. 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 പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വ്യാകുലയായ മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിൻ്റെ 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 സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വ്യാകുലയായ മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ.
പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വ്യാകുലയായ മറിയത്തിൻ്റെ അമലോത്ഭ ഹൃദയമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിൻ്റെ 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 സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വ്യാകുലയായ മറിയത്തിൻ്റെ അമലോത്ഭ ഹൃദയമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിലെ 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 സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമാതാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയുടെ അനുഗ്രഹീതമായ ഫലം മനുഷ്യവർഗം മുഴുവൻ്റെ മേൽ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ചൊരിയണമേ. ആമേൻ. അമലോത്ഭവ മാതാവിന് കിരീടം സമർപ്പിക്കാം. ആദിയും അറുതിയുമില്ലാത്ത പിതാവായ ദൈവമേ, അങ്ങേ സർവശക്തിയാൽ അങ്ങേ കുമാരിയായ എത്രയും പരിശുദ്ധ കന്യകാമറിയത്തെ ജന്മപാപത്തിൽ നിന്നും കാത്തുരക്ഷിച്ചതിനെക്കുറിച്ച് അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവജനനിയായ എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധാമലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവജനനിയായ എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധാമലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവജനനിയായ എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധാമലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവജനനിയായ എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധാമലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ആദിയും അറുതിയുമില്ലാത്ത പുത്രൻ തമ്പുരാനെ, അങ്ങേ ദിവ്യജ്ഞാനത്താൽ അങ്ങേ മാതാവായ എത്രയും പരിശുദ്ധ കന്യകാമറിയത്തെ ജന്മപാപത്തിൽ നിന്നും കാത്തുരക്ഷിച്ചതിനെ കുറിച്ച് അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവജനനിയായ എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധാമലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവജനനിയായ എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധാമലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവജനനിയായ എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധാമലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവജനനിയായ എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധാമലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ആദിയും അറുതിയുമല്ലാത്ത പരിശുദ്ധാരൂപിയെ, അങ്ങേ സ്നേഹത്താൽ അങ്ങേ മണവാട്ടിയായ എത്രയും പരിശുദ്ധ കന്യകാമറിയത്തെ ജന്മപാപത്തിൽ നിന്നും കാത്തുരക്ഷിച്ചതിനെക്കുറിച്ച് അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവജനനിയായ എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധാമലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ.
നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവജനനിയായ എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധ അമലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവജനനിയായ എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധ അമലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ദൈവജനനിയായ എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധ അമലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എത്രയും പരിശുദ്ധ അമലോത്ഭവ കന്യകയും എൻ്റെ പ്രിയപ്പെട്ട മാതാവുമായി മറിയമേ, എൻ്റെ കർത്താവിൻ്റെ അമ്മയും ത്രിലോകരാജ്ഞിയും പാപികളുടെ മധ്യസ്ഥയും ശരണവും സങ്കേതസ്ഥാനവുമാകുന്ന അങ്ങേ ആശ്രയത്തിൽ എല്ലാവരിലും പാപിയായിരിക്കുന്ന ഞാൻ ഓടിവരുന്നു. മഹാരാജ്ഞി, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ഇന്നാൾ വരെയും എനിക്ക് ചെയ്തിരിക്കുന്ന നന്മകളെക്കുറിച്ച് അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം പലപ്പോഴും നാശകരമായ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചതുകൊണ്ടും അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. ആമേൻ. പ്രിയ കൂട്ടുകാരെ, ഇന്നു മുതൽ 8 ദിവസം നമുക്ക് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ജപമാല ചൊല്ലി, അതുപോലെ എന്നും അമ്മയ്ക്ക് ഒരു അമലോത്ഭവ കിരീടം വെച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ക്രിസ്തുമസിനൊരുക്കമായിട്ടുള്ള പ്രാർത്ഥനയും ചൊല്ലാം. നമ്മുടെ ഹൃദയവും പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ കരുണ കാണിക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ചെയ്തുപോയ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ച് കുമ്പസാരത്തിൽ കയറാം. കുമ്പസാരക്കൂട്ടിലണയാം. മാപ്പാക്കണേ, കരുണയായിരിക്കണമേ എന്ന് പിതാവായ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഉണ്ണീശോയെ കാണാൻ, ദൈവത്തെ കാണാൻ നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാകട്ടെ. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആമീൻ.